കോടതിയിൽ മൊഴിയെടുക്കാനായിട്ട് കുട്ടീനെ ഓപ്പൺ കോടതിയിൽ വക്കീലന്മാരും ക്ലർക്കുമാരും മറ്റുള്ളവരും ഇരിക്കെ തന്നെ ഓപ്പൺ കോടതിയിൽ ഡയസിൽ കയറ്റി കസേര ഇട്ടിരുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരിടത്ത് സംഭവിച്ചത്, ഇപ്പം തൃശ്ശൂരല്ല മറ്റൊരിടത്ത് സംഭവിച്ചത്, ഗർഭിണിയായ ഒരു പെൺകുട്ടീനെ, അത് 14 വയസ്സിൽ പ്രഗ്നൻ്റ് ആയ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ മൊഴി ഇത്രയും ഓപ്പൺ കോടതിയിൽ എടുത്തിട്ടുണ്ട്. മകളുറങ്ങുന്നു അരികിൽ വിറകൊള്ളുകയാണ് എൻ വിരലുകൾ. എൻ്റെ ഉമ്മകൾ സ്പർശം അവിശ്വസിക്കുമോ അവളെന്നെയും? വാതിലാരോ തുറക്കുന്നു, ഇരച്ചെത്തുന്നു പുതിയ കാലം. ടെലിവിഷൻ പത്രം വാർത്തയിൽ കണ്ണുടക്കാതെ കരൾ പിടയ്ക്കാതെ മകളെ ഉറങ്ങുക, അരികിലച്ഛൻ കാവലായുണ്ട്. മകളെ ഉറങ്ങുക, അരികിലച്ഛൻ കാവലായുണ്ട്. മുത്തച്ഛൻ, ആങ്ങള, അടുത്ത ബന്ധുക്കൾ, അധ്യാപകർ, പുരോഹിതർ, ഇങ്ങനെ പട്ടിക നീളുന്നു. ആരിലാണ് ഈ കുട്ടികൾ അഭയം തേടേണ്ടത്? ഇവരെക്കുറിച്ച് കുട്ടി മാതാപിതാക്കളോടൊരു പരാതിപ്പെട്ടാൽ കുട്ടിയെ വിശ്വസിക്കുമോ, മാതാപിതാക്കൾ അവരെ വിശ്വസിക്കുമോ? അതായത് ഈ പറയുന്ന റിലേറ്റീവ്സിനെ വിശ്വസിക്കുമോ? പലപ്പോഴും കുട്ടി കരുതുന്ന ഒരു കാര്യം, എന്നെ വിശ്വസിക്കില്ല, പപ്പായും മമ്മിയും ആ അങ്കിളും ആൻറ്റിയും പറയുന്നതേ കേൾക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞാലും പ്രയോജനമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കുട്ടി, ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ സൈലൻസ് കുട്ടികളിൽ ഈ പറയുന്ന ഒഫൻഡേഴ്സ്, അതായത് കുട്ടിയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഒരു സൈക്കോളജിക്കൽ സൈലൻസ് കുട്ടിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ആൺകുട്ടികളും സുരക്ഷിതരല്ല. 55% ആൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരകളാകുന്നതായാണ് കണക്കുകൾ. ഏത് പൊതുസ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ പെൺകുട്ടീനെ ചേർത്ത് പിടിക്കും. അതേസമയം ഒരു ആൺകുട്ടീനെ അതൊന്നും നമുക്ക് ബാധകമല്ല. ഇപ്പോൾ ഒരു കേസ് അതിനകത്ത് 16 വയസ്സുള്ളൊരു പയ്യനാണ്. അവൻ സ്കൂള് വിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവൻ്റെ ചെസ്റ്റിൽ പിടിച്ചിട്ട് ഒരാൾ പറഞ്ഞു അത്രേ, കൊള്ളാലോടെ നീ ഭയങ്കര ജിമ്മാണല്ലോ എന്ന് പറഞ്ഞു. ജിമ്മെന്ന് വെച്ചാൽ ഈ മസിൽസ് ഉള്ള ആളാണല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ വഴിക്ക് ഇവൻ ഭയങ്കര ഹാപ്പി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഈ കുട്ടീനെ ഇങ്ങനെ ശരീരഭാഗങ്ങൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കുട്ടി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മസിലിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ മസിലിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു ഹാപ്പി ആയിട്ടാണ് കുട്ടി ഇരിക്കുന്നത്. ഇങ്ങനെ അവസാനം കുട്ടീനെ സെക്ഷൽ അസോൾട്ടിന്, അതായത് റേപ്പ് പോലെ അത്രയും ഭീകരമായ സെക്ഷൽ അസോൾട്ടിന് വിധേയമാക്കിയപ്പോഴാണ് സത്യം ഈ കുട്ടിക്ക് തിരിച്ചറിഞ്ഞത്. സമ്മർദ്ദങ്ങളിലൂടെ ജീവിക്കുന്ന ഈ കുട്ടികൾ കൊടും ക്രിമിനലുകളോ നിത്യവിഷാദ രോഗികളോ ആയി മാറുന്നു. മുതിർന്നവരുടെ സ്വാധീനത്തിൽപ്പെട്ട കുട്ടികൾ തന്നെ മറ്റു കുട്ടികളെ ഇരകളാക്കുന്നതും കൂടി വരുന്നു. 6 മാസം പ്രായമായ കുട്ടിയെ പീഡിപ്പിച്ച് സെപ്റ്റിക് ടാങ്കിലിട്ടത് 12കാരൻ. അച്ഛനമ്മമാരുടെ മറയില്ലാത്ത ലൈംഗിക ജീവിതവും അവർ കണ്ടിരുന്ന അശ്ലീല സീഡികളുമാണ് അവന് പ്രേരണയായത്. LKG പഠിക്കുന്ന കുട്ടി UKD പഠിക്കുന്ന പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, മേപ്പാടി എന്ന് പറഞ്ഞ് വയനാട് ഒരു സ്ഥലത്ത് വെച്ചാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ശരീരത്തിൽ മുള്ളെടുത്ത് കോറി, അതായത് അവരുടെ വീട് പണി നടക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഒരു ലഡ്ഡു കൊടുത്തിട്ട് പറഞ്ഞു കംപ്ലീറ്റ് കോറി, എല്ലാ സ്ഥലങ്ങളിലും കോറിയിട്ട് ഈ കുട്ടി യൂണിഫോം ഇട്ട് ചെല്ലാണ്. പിറ്റേ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ യൂണിഫോം അഴിച്ചു നോക്കിയപ്പോൾ ഈ രീതിയിൽ ശരീരം മുഴുവൻ കോറിയിരിക്കുന്നുണ്ട്. എന്താണ് കാരണം അന്ന് അന്വേഷിച്ചു. അങ്ങനെ ഈ കുട്ടി പറഞ്ഞു LKG പഠിക്കുന്ന അവനാണ് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന്.
അവിടെ ചെന്നിട്ട് 2 പാരൻസും ഭയങ്കര വഴക്ക്. എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യില്ല, നിൻ്റെ മകളാണ് ശരിയല്ലാത്ത. ചെറിയ പിഞ്ചു കുട്ടികളെ 2. നോക്കുമ്പോൾ ആ ആൺകുട്ടിയെ ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സും ഞാനടക്കമുള്ള എല്ലാവരും വിളിച്ച് സംസാരിച്ചപ്പോൾ ആൺകുട്ടി പറയാം, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ എങ്ങനെയാണ് ചെയ്യാറ് ഇത് ഞാൻ കാണാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്തത്. അച്ഛൻ അമ്മയെ ബഹുമാനിക്കുന്നത് കാണണം. അതില്ലാണ്ട് അച്ഛൻ എപ്പോഴും അമ്മയെ അടിച്ചു താഴ്ത്തുന്നത് കാണുന്ന ഒരു കുട്ടി സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുമോ? അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തുല്യതയിൽ വളർത്തുന്നത് കാണണം ഒരു വീട്ടിൽ. അതുപോലെ തന്നെയാണ് അത് സ്കൂളിലാണെങ്കിലും ഏതിടങ്ങളിലാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വം ഇല്ല, ആ ഒരു കൺസെപ്റ്റ് വരാത്തിടത്തോളം നിയമം കൊണ്ടൊന്നും ഇതിനെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, മഹിളാ പ്രസ്ഥാനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീയും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഇവരാരും ഒന്നും അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ടോൾ ഫ്രീ നമ്പറുകളായ 100, 109, ചൈൽഡ് ലൈൻ നമ്പറായ 1098, ഒറ്റ കോളുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടുമായിരുന്ന കുട്ടികൾ എത്രയുണ്ടായിരുന്നു എന്നത് കുറ്റബോധത്തോടെ നമുക്കോർക്കാം. സ്വന്തം ഭർത്താവ് സ്വന്തം മകളെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ട് പരാതിയുമായി വന്ന സമയത്ത് കുട്ടി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, നീ അത് അച്ഛനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ജീവിക്കാനായിട്ട് യാതൊരു നിർവാഹവും ഉണ്ടാവില്ല. കാരണം അച്ഛനെ കേസെടുത്ത് കഴിഞ്ഞ് ജയിലിൽ പോകണം, അച്ഛന് ജോലി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ തൽക്കാലം അച്ഛൻ്റെ പേരിൽ പരാതിപ്പെടേണ്ടെന്ന് പറഞ്ഞ ഒരു സാഹചര്യം പോലും എനിക്ക് അറിയാവുന്നതാണ്. തുറന്ന കമ്പോളത്തിന്റെ മുഴുവൻ പ്രലോഭനങ്ങൾക്കും എളുപ്പത്തിൽ ആകർഷിക്കുവാൻ പറ്റുന്നത് കുട്ടികളെയാണ്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നും കഞ്ചാവും നീലച്ചിത്രങ്ങളും വില കൂടിയ മൊബൈൽ ഫോണുകളും ബൈക്കുകളുമൊക്കെയായി അവർ ആസൂത്രിതമായി വലയൊരുക്കുന്നു. സൈബർ ലോകത്തും കുട്ടികൾക്കായി ചതിക്കുഴികളൊരുക്കി അവർ കാത്തിരിക്കുന്നു. മുഴുവൻ പ്രതികരണങ്ങളെയും നിരോധിക്കുന്നത് കമ്പോള രാഷ്ട്രീയത്തിന്റെ തന്ത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനവും നിരോധിക്കപ്പെട്ടതിന് ശേഷമുള്ള ക്യാമ്പസുകളെ പുനരവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രതിരോധിക്കണോ കീഴടങ്ങണോ? എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് ഈ മതപാഠശാലകളിൽ നടക്കുന്ന പീഡനമാണ്. നമ്മളെല്ലാം കരുതുന്നതെന്ന് പറഞ്ഞാൽ മതം മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു മാർഗ്ഗരേഖ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ പോലും സംഭവിക്കുന്നു. മതപാഠശാലകളിലെ അധ്യാപകരെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മതപാഠശാലകളിലെ പുസ്തകങ്ങൾ അത് പഠിപ്പിക്കുന്ന അധ്യാപകനെ പോലും സ്വാധീനിക്കുന്നില്ല എന്ന് അർത്ഥം. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഇടപെടലാണ് പല പീഡനങ്ങളും പുറത്തറിയുവാനും പേരിനെങ്കിലും കുറ്റക്കാരെ കണ്ടെത്തുവാനും സഹായകമായത്. 1098 എന്നുള്ളൊരു ടെലി ഹെൽപ്പ് ലൈനാണ്. നമ്മൾ 24 മണിക്കൂറും നമ്മളുടെ ഈ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിന് അനുബന്ധിച്ചൊരു കോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യുക, ആ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയെ കണ്ട് നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് കുട്ടിക്ക് ആദ്യം. അപ്പം കുട്ടിയെ ആ കൗൺസിലിങ്ങിനകത്ത് വെളിപ്പെടുത്താണ് ഇനി ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട് എഴുതിയിട്ട് നമ്മളുടെ ഒരു ഒപ്പീനിയനൊക്കെ എഴുതിയിട്ട് നമ്മളത് അങ്ങനെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻപാകെ ആ റിപ്പോർട്ട് സമർപ്പിക്കും. മുറ്റത്ത് നിൽക്കുന്ന മുത്തശ്ശിയെ അവൻ ദൂരെ നിന്നു തന്നെ കണ്ടു. അവൻ ഉറക്കെ വിളിച്ചു, മുത്തശ്ശി മുത്തശ്ശി. മുത്തശ്ശി കുട്ടനെ വാരിയെടുത്തു, കുഞ്ഞു മുഖത്ത് ഉമ്മ കൊടുത്തു. ഉണ്ണിയും മേഘയും അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അച്ഛനൊരുണ്ണി പൊന്നുണ്ണി, അമ്മയ്ക്കൊരുണ്ണി നല്ലുണ്ണി, ചേച്ചിക്കൊരുണ്ണി കൊച്ചുണ്ണി, ഉണ്ണിക്കൊരുണ്ണി മണ്ണുണ്ണി. ഇവിടെ മാധ്യമങ്ങളും ശിശു കേന്ദ്രീകൃതമല്ല. നമ്മൾ യാത്രയിൽ കാണുന്ന കവിയൂരും കിളിയൂരും പിന്നെ എന്താ പറയുക സൂര്യനെല്ലിയൊക്കെ അറിയപ്പെടുന്നത് തന്നെ ഈ പെൺകുട്ടിയുടെ പേര് പുറത്ത് പറയരുത് എന്നുള്ള മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ ആ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെയാണ്. ആ നാട്ടിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഈ പീഡനം നിലനിൽക്കുക. കുട്ടിയുടെ പേരിനേക്കാൾ ആ നാടിന് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഇത് പുറത്തറിയാതിരിക്കുക, സ്ഥലം പോലും അറിയാതിരിക്കാനാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് ഒരു മാധ്യമത്തെ വിളിച്ച് പറയാൻ പറ്റില്ല, സഹായത്തിന് പോലും. സാമൂഹ്യ ജാഗ്രത തന്നെയാണ് ഇതിന് പരിഹാരം. ഇരകളാകുന്ന കുട്ടികളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുവാൻ സമൂഹം തയ്യാറാകണം.
മാതാപിതാക്കളും സമൂഹവും ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടാവണം. അവളെ അല്ലെങ്കിൽ വിക്റ്റിമായി മാറ്റി നിർത്തി വിക്റ്റിമിന് കോമ്പൻസേഷൻ കൊടുക്കുക, വിക്റ്റിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വിക്റ്റിമിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇരയെ മാത്രം പീഡിപ്പിക്കാതെ ഇരയോടൊപ്പം നിന്നുകൊണ്ട് അവളെ സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും നിയമത്തിന് മാത്രമല്ല, നിയമ സംവിധാനങ്ങൾക്ക് മാത്രമല്ല, ഈവൻ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും വലിയൊരു ബാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ സ്വയം പ്രതിരോധത്തിന് മാനസികവും ശാരീരികവുമായി പ്രാപ്തരാക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാറ്റം വരുത്തണം. നമുക്ക് കുട്ടികളോട് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം. നല്ല തൊടൽ ഏതാണ്, ചീത്ത എങ്ങനെയാണെന്ന്. അതൊക്കെ ഒരു 2-3 വയസ്സാകുമ്പോൾ തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ തൊടുമ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാൻ പഠിക്കണം. സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളിൽ അഭിമാനിക്കുകയും ജനകീയാസൂത്രണത്തിന്റെ വിജയപാഠങ്ങൾ അറിയുകയും ചെയ്ത രാഷ്ട്രീയ ജാഗ്രത മാത്രം മതി ഒരു പരിധിവരെ കുട്ടികളെ രക്ഷിക്കുവാൻ. ഇവിടെ നിയമപരമായ പരിരക്ഷയോടൊപ്പം സാമൂഹിക പ്രതിരോധവും ഉയർന്നു വന്നേ പറ്റൂ. ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും. ചിരി കൊണ്ടൊരു വന്മതിൽ കെട്ടി, ചിരി കൊണ്ടൊരു വന്മതിൽ കെട്ടി, ചെറുത്തു നിൽക്കും, ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും, ഞങ്ങൾ ചെറുത്തു നിൽക്കും. ട്രൂത്ത് ഇൻസൈറ്റ് പുനഃസംപ്രേഷണം വ്യാഴം ഉച്ചയ്ക്ക് 1:30, വെള്ളി രാവിലെ 7, ശനി വൈകിട്ട് 3:30. സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.mediaonetv.in. ഇമെയിൽ വിലാസം truthinsight@mediaonetv.in.